ഹല്ലേലൂയ. വേഗവരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന പിതാക്കന്മാർ, മാതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, കർത്താവിൻ്റെ അഭിഷിക്തന്മാർ എല്ലാവർക്കും വേഗവരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5:19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ദുഷ്നടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹ ആരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദന്തവശം, ഭിന്നത, അസൂയ, മദ്യപാനം, വിറയ്ക്കൂത്ത് മുതലായവ എന്നിവ വെളിവാക്കുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യത്ത് അവകാശമാക്കിയില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായ ഒരു ന്യായപ്രമാണവും ഇല്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യഹോവയുടെ മഹത്വം വെളിപ്പെടും. അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം. വളഞ്ഞത് ചെവിയായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും. അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കഴിഞ്ഞ ഓരോ എപ്പിസോഡിലും നമ്മൾ ഓരോ വിഷയങ്ങളാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ. ഇന്ന് ഒരു വലിയൊരു പാക്കേജാണ്. അത് എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ആ കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നിൻ്റെ ജീവിതത്തിൽ യഹോവയുടെ മഹത്വം വെളിപ്പെടുവാൻ, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ കടന്നു വരുവാൻ, നിൻ്റെ ജഡസ്വഭാവങ്ങളെ അതിനെ ജയിക്കുവാൻ സാധിക്കണം. അതിനെ ഓരോ ജഡസ്വഭാവ പാവങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഈ വിഷയങ്ങളിൽ കുറവുണ്ട് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ജയം നേടുവാൻ, യേശുവിൻ്റെ രക്തത്താൽ അതിനെ ശുദ്ധീകരിച്ച് ഓരോ പാപത്തിൽ നിന്നും ജയം നേടുവാൻ സാധിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 8 പോയിൻ്റ് സംസാരിച്ചു. ഒന്നാമത്തെ പോയിൻ്റ്, നമ്മുടെ വാക്കുകൾ ലാവണ്യമുള്ള വാക്കുകൾ പുറപ്പെടണം. മറ്റുള്ളവർക്ക് സമാധാനവും സ്നേഹവും സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകുന്ന വാക്കുകൾ പുറപ്പെടണം. രണ്ടാമത്തെ പോയിൻ്റ് നമ്മളെടുത്തത് ദുശ്ചിന്ത, മറ്റുള്ളവരെ ദുശ്ചിന്തയോടെ വിധിക്കാതെ മറ്റുള്ളവർ എന്നിൽ ശ്രേഷ്ഠരാണെന്ന് എണ്ണുവാൻ സാധിക്കണം. മൂന്നാമത്തത് നമ്മളെടുത്തത്, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കാണപ്പെടാത്ത സഹോദരനെ സ്നേഹിക്കാത്തവൻ അവൻ മരണത്തിൽ വസിക്കുന്നു, അവൻ കള്ളനാണ്, അവനെ അങ്ങനെയുള്ള ചില വിഷയങ്ങളാണ് നമ്മളെടുത്തത്. മൂന്നാമത്തെ വിഷയം, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ അവൻ മരണത്തിൽ വസിക്കുന്നു. എന്നാൽ നാലാമത്തെ വിഷയം, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കണം, നിൻ്റെ ബന്ധുമിത്രാദികളെ സ്നേഹിക്കണം. യേശുക്രിസ്തു ലോകത്തിന് മഹാസ്നേഹം കാണിച്ചു. തൻ്റെ ത്യാഗത്തിലൂടെ മാനവരാശിയുടെ മുഴുവൻ പാപങ്ങളും തൻ്റെ ക്രൂശിൽ വഹിച്ചുകൊണ്ട് യാഗമായി മാറിയ, സ്നേഹമായി മാറിയ, ലോകത്തിൻ്റെ മുന്നിൽ സ്നേഹം പ്രദർശിപ്പിച്ച ആ യേശുവിൻ്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണം. തൻ്റെ ഏകജാതനായ പുത്രനെ തൻ്റെ ലോകത്തിലേക്ക് നൽകി പിതാവ് ലോകത്തിൻ്റെ മുന്നിൽ സ്നേഹം പ്രകടിപ്പിച്ചു. അങ്ങനെ നാലാമത്തെ പോയിൻ്റ് നമ്മൾ സ്നേഹത്തെപ്പറ്റി പറഞ്ഞു. അഞ്ചാമത്തെ പോയിൻ്റ് നമ്മൾ പ്രാർത്ഥനാ ജീവിതം. നിനക്ക് ദൈവത്തിൻ്റെ അഭിഷേകം വേണമോ? പ്രാർത്ഥനാ ജീവിതമുണ്ടാകണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കത്തുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, അഞ്ചാമത് നമ്മൾ വാഗ്ദത്തത്തെ പറ്റി പഠിച്ചു.
എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മൾ ഓരോ ക്ലാസ്സുകളും എടുക്കുന്നത് അത് നിങ്ങൾ കേൾക്കുവാൻ തയ്യാറെടുക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറും. അത് നിങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹമായി മാറും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഓരോ ക്ലാസ്സുകളും അത് വിട്ടുകളയാതെ എടുക്കുക. 5-ാമത്തെ കാര്യം, നമ്മൾ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. 6-ാമത്തെ കാര്യം, നമ്മൾ വഴികളെ പറ്റി പഠിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു വലിയ പാക്കേജ് അവതരിപ്പിക്കുകയാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 5:19 ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹ ആരാധന, ആഭിചാരം, പക, പിണക്കം, ജാരഘോഷം. ഇത് വലിയ ഒരു പാക്കേജാണ്. ഈ ഒരു വിഷയം, സബ്ജക്റ്റ്, ഇത് ജീവിതത്തിൽ നിശ്ചയമായി നിങ്ങൾ പാലിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കത്തുള്ളൂ. ഒരു പ്രവാചകൻ വന്ന് തലയിൽ കൈവച്ചാൽ ഒരിക്കലും അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ പകരത്തില്ല. ഒരു പ്രവാചകൻ കൈവച്ചാൽ ദൈവ സാന്നിധ്യം ഇറങ്ങും. ആ അഭിഷക്തനിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളിൽ ഇറങ്ങും. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഇറങ്ങണമെങ്കിൽ നിങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ സമയം വരെ ദൈവത്തിൻ്റെ വചനത്തിൽ കീഴ്പ്പെട്ട് അത് അനുസരിച്ച് മുന്നോട്ട് നിൽക്കുന്ന വ്യക്തിയാണോ ഒരു പ്രവാചകൻ കൈവച്ചാൽ അഭിഷേകം നിറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാതെ ഒരു പ്രവാചകന് ഒരു പാവിയായി ജീവിതത്തിൽ ഒന്നും ക്രമപ്പെടുത്താത്ത ഒരു മനുഷ്യന് ഒരിക്കലും കൈവച്ചാലോ അഭിഷേകം തരുവാൻ സാധിക്കത്തില്ല. അഭിഷേകം സ്വർഗത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അത് പിതാവിൽ നിന്ന് കിട്ടുന്നതാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യഹോവയുടെ മഹത്വം വെളിപ്പെടും. അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം. വളഞ്ഞത് ചൊവ്വയായി ദുർഘടങ്ങൾ സമമായി തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും. അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, ഈ വചനവുമായി നിൽക്കുമ്പോൾ ഈ വചനം കേൾക്കുന്ന ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു. അവരുടെ കഥാവെ ഹൃദയത്തിലുള്ള വാഞ്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെന്ന് ആഗ്രഹപ്പെടുന്ന അനേക വ്യക്തിജീവിതങ്ങൾ, സഹോദരി സഹോദരന്മാർ, പിതാക്കന്മാർ, കുഞ്ഞുങ്ങൾ, അനുജത്തിമാർ എല്ലാവരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഈ കേൾക്കുന്ന വചനം അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറി അത് ഏറ്റെടുത്ത് 30, 60, 100 ഇനി ഫലം കായ്ക്കുവാൻ കേൾക്കുന്ന വചനം ഏറ്റെടുത്ത് സമർപ്പിച്ച് യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് ഓരോ പാപത്തിൽ നിന്ന് വിടുവിച്ച് അതിൽ നിന്ന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാനും കർത്താവേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ കേൾക്കുന്ന ഓരോ വചന ശുശ്രൂഷകളിലും അനേകർക്ക് അതൊരു മാനസാന്തരപ്പെടുവാൻ ഒരുങ്ങുവാൻ സ്വർഗം അതിൻ്റെ മേൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവേ, ഓരോ ജനത്തെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അഭിഷേകത്തിന് തടസ്സമായി ജനത്തിൽ വ്യാപരിക്കുന്ന എല്ലാ പാതാള ശക്തികൾ, എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാര കോട്ടകൾ, വാഴ്ചയുടെ അന്ധകാര കോട്ടകളെ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹൽക്കു റോബോ സെമ ദാറ റാന്ത റീക. നിരാശകൾ, കുടുംബത്തിലുള്ള എല്ലാ രോഗങ്ങളെ കൊണ്ടുവരുന്ന ശത്രുവിൻ്റെ പദ്ധതികൾ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കേൾക്കുന്ന ഓരോ കുടുംബത്തെയും രോഗസൗഖ്യത്തെയും സമാധാനത്തെയും സമൃദ്ധിയും അനുഗ്രഹത്തെയും കൽപ്പിക്കുന്നു. എല്ലാ ആത്മീയ ഭൗതിക നന്മകളെ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറിച്ചുകൊണ്ട് കർത്താവോടൊന്ന് സംസാരിക്കണം. പരിശുദ്ധാത്മാവ് ജനത്തോടിടണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യഹോവയുടെ മഹത്വം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ നീ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നവനായി മാറണം. ഗലാത്യർക്കിലെ ലേഖനം അതിൻ്റെ 5:19 മുതലുള്ള വാക്യങ്ങൾ. ജഡത്തിൻ്റെ പ്രവൃത്തിയോ ദുർനടപ്പ്. നിൻ്റെ ജീവിതത്തിൽ ദുർനടപ്പുണ്ടാകരുത്.
2, അശുദ്ധി. ക്രിസ്തു വസിക്കേണ്ട ആലയം നീ അശുദ്ധപ്പെടുത്തരുത്. 3, നീ പിണങ്ങിയിരിക്കുന്ന വ്യക്തിയായിരിക്കരുത്. ആരെങ്കിലോടും പിണക്കമോ പരിഭവമോ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് രമ്യതയായി. നിൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിൽ പ്രിയ സഹോദര, പ്രിയ മാതാവേ, പ്രിയ ജ്യേഷ്ഠ, എൻ്റെ ജീവിതത്തിൽ അറിയാതെ തെറ്റുകൾ വന്നുപോയി, നിശമിക്കണം, പൊറുക്കണമെന്ന് പിണക്കങ്ങളെ മാറ്റണം, രമ്യതയാകണം, പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹ ആരാധന. വിഗ്രഹ ആരാധന എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, യേശുവിൽ അധികമായി നീ എന്ത് സ്നേഹിക്കുന്നുവോ, യേശുവിൽ അധികമായി നീ എന്ത് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം വെൽക്കുന്നുവോ അത് മുഴുവനും വിഗ്രഹ ആരാധനയാണ്. ഉദാഹരണം, ഒരു പിതാവ്, ഒരു മകൾ തൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു പിതാവ് തൻ്റെ ജീവിതത്തിൽ യേശുവിനേക്കാൾ അധികമായി തൻ്റെ മകളെ സ്നേഹിക്കുന്നുവെങ്കിൽ വേദപുസ്തകപ്രകാരം അത് വിഗ്രഹ ആരാധനയാണ്. ഒരു മകൾ യേശുവിൽ അധികമായി ഒന്നാം സ്ഥാനം തൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അത് വിഗ്രഹ ആരാധനയാണ്. നീ യേശുവിൽ അധികമായി ലോകത്തെ സ്നേഹിക്കുന്നുവോ, പണത്തെ ആഗ്രഹിക്കുന്നുവോ, അതല്ല നിൻ്റെ ഭവനത്തെ ആഗ്രഹിക്കുന്നുവോ, അതല്ല നിൻ്റെ ജോലി മേഖലകളെ ഒന്നാം സ്ഥാനം വെക്കുന്നുവോ, അതല്ല നിൻ്റെ വാഹനത്തെ ഒന്നാം സ്ഥാനം വെക്കുന്നുവോ, അതല്ല നിൻ്റെ ബിസിനസ് മേഖല ഒന്നാം സ്ഥാനം വെക്കുന്നുവോ, അതല്ല നീ ഒന്നാം സ്ഥാനം നിൻ്റെ രാജ്യത്തെ വെക്കുന്നുവോ, ഏത് നീ വെക്കുന്നുവോ അത് മുഴുവനും വേദപുസ്തകപ്രകാരം വിഗ്രഹ ആരാധനയാണ്. ഇത് വെക്കേണ്ടെന്നല്ല, ഒന്നാം സ്ഥാനം നിൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന് കൊടുത്താൽ എല്ലാം നിനക്ക് ജയം നേടുവാൻ സാധിക്കും. 2 സ്ഥാനം മറ്റുള്ളത് കൊടുക്കുക. സഹോദരനെ സ്നേഹിക്കേണ്ടെന്നല്ല, പിതാവിനെ സ്നേഹിക്കേണ്ടെന്നല്ല, മകളെ സ്നേഹിക്കേണ്ടെന്നല്ല, മകനെയും മകളെയും എല്ലാവരെയും സ്നേഹിക്കുവാനാണ് കർത്താവ് പഠിപ്പിച്ചത്. എന്നാൽ നിൻ്റെ ജീവിതത്തിൽ 1 സ്ഥാനം നീ ക്രിസ്തുവിന് നൽകിയാൽ നീ ജയാളിയായി മാറുവാൻ പറ്റും. ജയം നിനക്ക് പ്രാപിക്കുവാൻ സാധിക്കും. അത് അശുദ്ധി, ദുഷ്കാമം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദുശ്ചിന്തയിൽ കടന്നു വരുന്നതാണ് ദുഷ്കാമം. ഒരു സ്ത്രീയെ കണ്ടുകൊണ്ട് അത് ആ മനുഷ്യൻ ആ സ്ത്രീയുടെ സൗന്ദര്യം കണ്ടുകൊണ്ട് മോഹമുണ്ടായി, മോഹം ഗർഭം ധരിച്ച് പാപത്തെ ഉളവായി. നമ്മുടെ ജീവിതത്തിൽ സ്വയംഭോഗമെന്നുള്ള പാപം കടന്നു വരും. അത് ദുഷ്കാമമാണ്. മറ്റുള്ളവരെ ശ്രേഷ്ഠരാണെന്ന് എണ്ണുവാൻ സാധിക്കണം. അങ്ങനെയുള്ള പാപത്തിലിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഇന്ന് മാനസാന്തരപ്പെടുവാൻ, സ്വയഭാഗത്തിനുള്ള പാപത്തിൽ നിന്ന് മോചനപ്പെടുവാൻ ചില വ്യക്തികളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ആ വിഷയം ഞാൻ അത്രമാത്രം എടുക്കുവാൻ താല്പര്യപ്പെടുന്നുള്ളൂ. വിഗ്രഹാരാധന നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, യേശുക്രിസ്തുവിൽ അധികമായി നീ 1 സ്ഥാനം എന്തെല്ലാം കൽപ്പിക്കുന്നുവോ, എന്തെല്ലാം ജീവിതത്തിൽ വെക്കുന്നുവോ, അത് നിൻ്റെ ചർച്ചാണോ യേശുവിൽ അധികമായി നീ ജീവിതത്തിൽ 1 സ്ഥാനം വെക്കുന്നത്? അതും വിഗ്രഹ ആരാധനയാണ്. ജീവിതത്തിൽ 1 സ്ഥാനം നമുക്ക് ക്രിസ്തുവിന് നൽകിയാൽ നമ്മൾ അത് ജയാളിയായി മാറുവാൻ സാധിക്കും. ആഭിചാരം, നീ മറ്റുള്ളവനെതിരെ ആഭിചാരം ചെയ്യരുത്. ഒരുവന് ഉയർച്ചയുണ്ടാകുമ്പോൾ, അവൻ സമർത്ഥി നിൽക്കുമ്പോൾ അവനെതിരെ ആഭിചാരമുണ്ടാക്കുന്നവരായി, മന്ത്രവാദ ക്രിയകൾ ചെയ്യുന്നവരായല്ല, അതിൽ നിൽക്കും വിട്ടു നിന്നുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മാനസാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. പക, നിന്നെ ഉപദ്രവിച്ചവർ കാണാം, നിന്നെ നശിപ്പിച്ചവർ കാണാം, നിന്നെ തകർത്തവർ കാണാം, ബിസിനസ് മേഖലയിൽ തകർത്തവർ കാണാം, ജോലി മേഖലയിൽ തകർത്ത കാണാം, നിൻ്റെ കുടുംബ മേഖലയിൽ തകർത്തവരുണ്ട്. എന്നാൽ അവരോടൊന്ന് നീ പകവെക്കാതെ കർത്താവ് പറഞ്ഞതുപോലെ നിൻ്റെ ശത്രുവിന് വേണ്ടി നീ പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. അവിടെയാണ് നിനക്ക് ജയം നേടുവാൻ സാധിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, പിന്നെ അടുത്തത് പിണക്കം. അതേ, പകയും പിണക്കമൊന്നും വെക്കാതെ ആരെങ്കിലും, ചിലർ വർഷങ്ങളായി പകയായി പിണക്കമായിരിക്കുന്ന ചില വ്യക്തികൾ ഈ
പ്രോഗ്രാം ഇപ്പോൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ സഹോദര, നിനക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലയിക്കണമോ? നീ ഇന്ന് തന്നെ ഒന്ന് മാനസാന്തരപ്പെടുവാൻ, ആ പകയുള്ള വ്യക്തി ജീവിതത്തോട്, ആ പകയുള്ള സഹോദരിയോട്, പകയുള്ള പിതാവിനോട്, നിൻ്റെ രക്തബന്ധത്തോട് ഇന്ന് രമ്യതയായി സ്നേഹത്തിൽ പോകുവാൻ ചില വ്യക്തികളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്യുന്നത്, കേട്ടു ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞത് ചൊവ്വയായും ദുർഘടങ്ങൾ സമമായി തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായല്ലോ അരുൾ ചെയ്തത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരോട് പക, പിണക്കം, വിദ്വേഷം ഇത് ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നേടുവാൻ സാധിക്കത്തില്ല. നിൻ്റെ ജീവിതത്തിൽ പകയും പിണക്കവും വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് നീ വെച്ച് നടക്കുന്നുവോ, നിനക്ക് നിത്യരാജ്യത്തിൽ പോകുവാൻ സാധ്യമല്ലെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രോഗ്രാം കാണുന്ന ചില വ്യക്തിമണ്ഡലങ്ങളോട്, ചില ദൈവത്തിൻ്റെ മക്കളോട് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് ഇന്നും പകയും പിണക്കവും വിദ്വേഷവുമായി നിൽക്കുന്ന ചില കുടുംബങ്ങളോട്, ചില സഹോദരീ സഹോദരന്മാരോട്, ചില അഭിഷിക്തന്മാരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. അതേ, നീ മാനസാന്തരപ്പെടുവാൻ, അങ്ങനെയുള്ള പിണക്കങ്ങളെ വിട്ട് ഇന്ന് രമ്യതയിലാകുവാൻ ഈ യൂട്യൂബ് പ്രോഗ്രാം കാണുന്ന ചില അഭിഷിക്തന്മാരോട്, ചില കുടുംബ ജീവിതങ്ങളോട്, ചില മാതാപിതാക്കളോട്, ചില പിതാക്കന്മാരോട്, സഹോദരീ സഹോദരന്മാരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നീ അഭിഷേകം പ്രാപിച്ചിട്ട് വീണ്ടും പകയും പിണക്കമായി നിൽക്കുന്ന വ്യക്തി ജീവിതമേ, മാനസാന്തരപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നീ ഇന്ന് രമ്യതയിലായി നീ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയാൽ നിത്യതയിൽ വരുവാൻ പ്രയാസമാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില പിണങ്ങിയിരിക്കുന്ന അഭിഷേകം പ്രാപിച്ച വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നീ മാനസാന്തരപ്പെടുവാൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ജാരഘോഷം, ക്രോധം, ശാഠ്യം, ദന്തവശം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ക്രോധം, ശാഠ്യം. ക്രോധം ആരോടെന്തെങ്കിലും പറഞ്ഞാൽ വളരെ കോപപ്പെടുക, ക്രോധപ്പെടുക, അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റണം. ക്രോധം, ശാഠ്യം, ദന്തവശം. അതെ, മുഖവശം കാണിക്കുക. നമ്മുടെ ജീവിതത്തിൽ ആ പാപത്തെയെല്ലാം ജയിക്കുവാൻ സാധിക്കണം. ഭിന്നതപ്പെടാതെ ഞങ്ങൾ ഇന്നതാൾക്കാരാണ്, ഞങ്ങൾ ഇന്നതാണ്, അങ്ങനെ ഭിന്നതപ്പെടാതെ ആ ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ധരിക്കണം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക്ക പിടിക്കാതെ ആ ദാസരൂപമെടുത്ത ആ ക്രിസ്തുയേശുവിൻ്റെ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഭരിക്കുന്നവരായി മാറണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, കഴിഞ്ഞ ദിവസങ്ങളായി ഈ ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ഇന്നെടുക്കുന്നത് 9ാമത്തെ പോയിൻ്റാണ്. അത് ഒരു വലിയ ഒരു പാക്കേജാണ്. ഒരുപാട് മെസ്സേജുകൾ എടുക്കുവാനുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ അത് ഈ പറഞ്ഞ ഓരോ വിഷയങ്ങളും ക്രമപ്പെടുത്തുന്നവരായി മാറണം. ഒന്നാമത്തെ കാര്യം, ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹ ആരാധന, ആഭിചാരം, പക, പിണക്കം. നമ്മൾ ഏകദേശം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത് ഒന്ന് സമർപ്പിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് നമുക്ക് അഭിഷേകം നേടുവാൻ വളരെ പ്രയാസമില്ലാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നേടുവാൻ സാധിക്കും. ദുർനടപ്പ് 1, 2 അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം. ഈ വിഷയങ്ങൾ നമ്മൾ ഈ ജീവിതത്തിൽ ഒന്ന് ക്രമപ്പെടുത്തുവാൻ സാധിക്കുന്നുവെങ്കിൽ
നിശ്ചയമായി നമുക്ക് ജയം നേടുവാൻ സാധിക്കും. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ 9ാമത്തെ പോയിൻ്റ് അടുത്ത ദിവസവും അതിൻ്റെ ക്ലാസ്സുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, ഈ വചനവുമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും സമർപ്പിക്കുന്നു. അവർ രക്ഷിക്കപ്പെടുവാൻ, സ്ഥാനപ്പെടുവാൻ കർത്താവേ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർ ക്രിസ്തുവിനെ അറിയുന്നവരായി മാറട്ടെ, രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരട്ടെ. അവരെല്ലാവരും ജീവവസ്തു പേരുന്നവരായി മാറട്ടെ. കർത്താവേ, വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ കേട്ട വചനം അത് 30, 60, 100 ഫലം കായ്ക്കുവാൻ സ്വയം സമർപ്പിച്ച്, എൻ്റെ യേശുവേ, എൻ്റെ ജീവിതത്തിൽ കുറവുണ്ട്, എന്നോട് അവിടുന്ന് പൊറുക്കണമേ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുവാൻ, അവിടുത്തെ രക്തത്തിൽ കഴുകണമേ എന്ന് പറയുവാൻ, ഓരോരുത്തരുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരമുണ്ടാകുവാൻ, ഒരു രൂപാന്തരമുണ്ടാകുവാൻ കർത്താവേ അവിടുന്ന് ആഴമായി ജനത്തോട് സംസാരിച്ചതിനായി നന്ദി പറയുന്നു. യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും അതിനെ ഒരുപോലെ കാണും. യഹോവയുടെ വായിലോ അരുൾ ചെയ്യുന്നത്. കർത്താവേ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ തകർച്ചയിലിരിക്കുന്ന കുടുംബങ്ങൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഒരു സമൃദ്ധിയെ കൽപ്പിക്കുന്നു. യഹോവയുടെ വായിലോ അരുൾ ചെയ്യുന്നത്. ഉടബല ഹന്തുന ശകതര ഘടകസ്യ ബിസിനസ് മേഖലകളെ തകർന്ന വ്യക്തികൾ അനേകർ യൂറോപ്പിൻ്റെ മണ്ണിൽ, ഗൾഫിൻ്റെ വിവിധ മേഖലകളുണ്ട്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അൻഷക്കലോ റോബ ഹസ്തിയ അവരുടെ ബിസിനസ് മേഖലകളെ ഒരു സമൃദ്ധിയെ, ഒരു അനുഗ്രഹത്തെ കൽപ്പിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ട് ഇന്നൊരു തീരുമാനമെടുക്കുവാൻ നീ തയ്യാറെടുക്കുന്നുവെങ്കിൽ, നീ അനേകരോട് പിണക്കവും വിദേശവുമായിരിക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നീ ഇന്നൊന്ന് മാനസാന്തരപ്പെട്ട് അവരോടൊന്ന് രമ്യതയാകുവാൻ തീരുമാനമെടുക്കുന്നുവെങ്കിൽ നിൻ്റെ ബിസിനസ് മേഖലകളെ ഉയർത്തുമെന്ന് പ്രവചന ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ഒരു വാക്കിനാൽ പ്രപഞ്ചത്തെ മുഴുവനും വിളിച്ചു വരുത്തിയവനായ ദൈവം. നീ വിശ്വസിക്കുക. നീ ദൈവത്തിൻ്റെ ശബ്ദത്തെ കേട്ട് അത് അനുസരിക്കുവാൻ ഇന്ന് തീരുമാനമെടുത്താൽ നിൻ്റെ ബിസിനസ് മേഖലകളെ ഉയർത്തുമെന്ന് ഞാൻ പണിഞ്ഞ് ദേശത്ത് ആയിരങ്ങൾക്ക് ആയിരങ്ങൾക്ക് ജോലി നൽകപ്പെടുന്ന രീതിയിൽ നിൻ്റെ ബിസിനസ് മേഖലകളെ ഉയർത്തുമെന്ന് ചില യൂറോപ്പിൻ്റെ മണ്ണിലുമുള്ള, ചില ഗൾഫ് മേഖലയിൽ തകർന്നിരിക്കുന്ന, ചില ബിസിനസ് ചെയ്യുന്ന ചില വ്യക്തി ജീവിതങ്ങളോട്, ചില കുടുംബങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നീ ഇത് കേട്ട് നീ സമർപ്പിച്ച് ഏറ്റെടുത്താൽ നിശ്ചയമായി അത് നിൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കും. സമൃദ്ധി ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന സഹോദര, നീ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. വളരെ തകർന്നിരിക്കുന്ന ചില മാതാപിതാക്കൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങളുണ്ട്. പ്രിയമകളെ, നീ ഭയപ്പെടേണ്ട. എനിക്ക് ആരുമില്ലെന്ന് കരയുന്ന കുഞ്ഞെ, യേശു നിന്നെ സ്നേഹിക്കുന്നു. നിന്നെ ആരുമില്ലാത്തവനല്ല. പ്രപഞ്ചത്തെ മുഴുവനും ഒരു വാക്കിനാൽ ഉളവാക്കിയവനായ യേശു ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.